എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും, എൻ്റെ ആവശ്യങ്ങളെല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തൻ്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. അനർത്ഥങ്ങൾ ഭവിക്കയില്ല, ബാധയോ എന്നെ തൊടുകയില്ല. പാതകളിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ കരങ്ങളിൽ വഹിക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 24 അധ്യായം 30 വായിക്കാം. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണ് തുറന്ന് അവർ അവനെ അറിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശു തമ്പുരാൻ അവരുടെ കൂടെ സംസാരിച്ചുകൊണ്ട് അവരുടെ കൂടെ തന്നെ നടക്കുകയാണ്. എമ്മൂസിലേക്കുള്ള യാത്രയിൽ അത് ഒരു അനുഗ്രഹീത യാത്രയായിരുന്നു. ഒരിക്കലും മറക്കാനാകാത്തൊരു യാത്രയായിരുന്നു. അപ്പോൾ നടക്കുന്ന സമയത്ത് അത്രയ്ക്ക് അവർക്ക് തോന്നിയില്ലെങ്കിൽ പോലും അത് ഏറ്റവും ശ്രേഷ്ഠമായ യാത്രയായിരുന്നു. യേശുവിനോടുകൂടെ യാത്ര ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വലിയ പദവിയാണത്. യേശുവിനോടുകൂടെ യാത്ര ചെയ്യുക. ബസ്സിൽ കയറിയാൽ യേശുവിനോടുകൂടെ ബസ്സിൽ ഇരിക്കുക. അല്ല, കാറിലോ മറ്റേതെങ്കിലും വാഹനത്തിലോ ട്രെയിനിലോ എവിടെയെങ്കിലും ആട്ടെ, യേശുവിനോട് കൂടെ ഉണ്ടായിരിക്കുക. യേശുവിനോട് യാത്ര ചെയ്യുക. നിങ്ങൾ ചിന്തിച്ച് നോക്കണം. നിങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ യേശുവിൻ്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത്? നിങ്ങൾ കോളേജിലേക്ക് പോകുമ്പോൾ യേശുവിൻ്റെ കൂടെയാണോ യാത്ര ചെയ്യുന്നത്? നിങ്ങൾ കൃഷിപ്പണിക്ക് പോകുമ്പോൾ യേശുവിൻ്റെ കൂടെയാണോ യാത്ര ചെയ്യുന്നത്? നിങ്ങൾ പള്ളിയിൽ പോകുമ്പോൾ യേശുവിൻ്റെ കൂടെയാണോ യാത്ര ചെയ്യുന്നത്? അല്ല പ്രിയരെ, അല്ല. യേശു നിങ്ങൾക്കൊരു വിഷയമല്ല. ഇതെല്ലാം പ്രസംഗമെല്ലാം കേൾക്കുന്നുണ്ട്. യേശു നിങ്ങൾക്കൊരു വിഷയമല്ല. ദൈവത്തിന് സ്തോത്രം. യേശുവിനോട് യാത്ര ചെയ്യുക. ഇപ്പോൾ കൂട്ടായ്മയിലിരുന്നു, നമ്മുടെ കൂട്ടായ്മയിലിരുന്നു. ചിലരോടുള്ള ഈർഷ്യ മനസ്സിലിരിപ്പുണ്ട്, ചിലരോടുള്ള മുഷിച്ചിൽ മനസ്സിലിരിപ്പുണ്ട്, ചിലരോടുള്ള വൈരാഗ്യമുള്ളിലുണ്ട്, ചിലരുടെ ഇണക്കക്കുറവുള്ളിലുണ്ട്. ദൈവമക്കൾ തന്നെ കൂട്ടായ്മയിൽ തന്നെ ഉള്ളൊരു തന്നെയാണ്. പക്ഷേ യേശു കൂടെ നിൽക്കുകയില്ല. ഈ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രസക്തി ഗ്രഹിക്കാതെ അനേകരിന്ന് യേശു കൂടെ ഉണ്ട് എന്ന് ഊഹിച്ച് യാത്ര ചെയ്യുകയാണ്. യേശു കൂടെ ഉണ്ടെന്ന് ഊഹിച്ചാണ് യാത്ര ചെയ്യുന്നത്. കാണാതിരിക്കില്ല. ഞാനും സമർപ്പിച്ചതല്ലേ. ഇന്നയാൾക്ക് എന്നോട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് എൻ്റെ കുറ്റമൊക്കെ പറയുന്നു. അദ്ദേഹം അങ്ങനത്തെ മനുഷ്യനാണ്, എൻ്റെ കുറ്റം പറയുന്നു. കുറ്റം പറയുന്നതെന്നേ ചിന്തിക്കുന്നുള്ളൂ. എൻ്റെ നന്മയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് കൃപയാൽ എന്നെ ശാസിക്കുന്നതാണെന്ന് ഗ്രഹിക്കാനുള്ള വിവേകമില്ല.
പരിശുദ്ധാത്മാവ് എന്നെ ശാസിക്കുകയാണ്, എന്നെ നന്നാക്കിയെടുക്കാൻ, എന്നെ വളർത്തിക്കൊണ്ടുവരാൻ, എനിക്ക് ആത്മീയ ശക്തി പകർന്നു തരാൻ പരിശുദ്ധാത്മാവ് എന്നെ ശാസിച്ച് നടത്തുകയാണ്. ആ വിവരമില്ല, ആ കാര്യം അറിവില്ല. ദൈവത്തിന് സ്തോത്രം. പലരും അങ്ങനെയാണ്. ഏതെങ്കിലും ഒരു ശാസന കിട്ടിയാൽ പലർക്കും മനസ്സിലായി, കാര്യം തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ പലർക്കും മനസ്സിലായി. കാര്യം അന്നേരം സമ്മതിക്കുമെങ്കിലും ഉള്ളിലൊരു ഒരു പുഴുക്കടിയാണ്, പിന്നെ ഏതാണ്ട് ഒരു അസ്വസ്ഥത. അപ്പോൾ പിന്നെ ഉടനെ ന്യായങ്ങൾ കണ്ടുപിടിക്കുകയാണ്. എനിക്ക് ന്യായമായിട്ടല്ലേ ഇഷ്ടക്കുറവ് വന്നത്, അതിന് തക്ക കാരണമുണ്ടല്ലോ എന്നൊക്കെ നിങ്ങൾ ന്യായം കണ്ടുപിടിക്കുകയാണ്. നേരെ മറിച്ച് അതെല്ലാം താഴെ വയ്ക്കണമെന്ന്, എല്ലാം താഴെ വയ്ക്കണം. ഒരു ലക്ഷ്യം നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂടെ പോവുക എന്നുള്ളതാണോ ലക്ഷ്യം എങ്കിൽ നിങ്ങൾ വഴിതെറ്റി പോകുമ്പോൾ ചൂണ്ടിക്കാണിക്കാൻ ആരെങ്കിലും ഉള്ളത് മഹാഭാഗ്യമാണ്. നിങ്ങൾ വഴിതെറ്റി പോകുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സാധിക്കുന്ന മഹാഭാഗ്യമാണ്. ആരിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളിൽ നിന്നൊരു വാക്ക് കിട്ടുന്നത് മഹാഭാഗ്യമാണ്. ദൈവത്തിന് സ്തോത്രം. പക്ഷേ പലപ്പോഴും നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശാസനയ്ക്ക് കീഴ്പ്പെടുന്നില്ല. പരിശുദ്ധാത്മാവ് നിങ്ങളെക്കുറിച്ച് വേദനയോടെ, നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും തെറ്റ് തിരുത്തണം എന്നുള്ളതായി ദാഹത്തോടെ, നിങ്ങളെ നന്നാക്കിയെടുക്കാനുള്ള വ്യഗ്രതയോടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. പക്ഷേ അപ്പോൾ നിങ്ങൾക്ക് അത് സ്വീകരിക്കാൻ മനസ്സിലാതെ പോകുന്നു. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശാസനം സ്വീകരിക്കണം, ആത്മാവിൻ്റെ ശിക്ഷണം സ്വീകരിക്കണം, വിനയപൂർവ്വം സ്വീകരിക്കണം. ദൈവത്തിന് സ്തോത്രം. അപ്പോഴാണ് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടും, സമൃദ്ധിയായ അനുഗ്രഹം നിങ്ങൾക്ക് കിട്ടും, സമൃദ്ധിയായ അനുഗ്രഹം. ദൈവത്തിന് സ്തോത്രം. ഇവർ യേശുവിൻ്റെ കൂടെ നടന്നു, യേശുവിൻ്റെ കൂടെ നടക്കുക, യേശുവിനോട് ചേർന്ന് നടക്കുക. അപ്പോൾ അവരുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. യേശു പറയുന്നതെല്ലാം കേൾക്കുമ്പോൾ ഉള്ളിങ്ങനെ കത്തി കാളിക്കൊണ്ടിരിക്കുകയാണ്. ഉള്ളിൽ വലിയ സന്തോഷം, എന്താണ്ട് പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു സന്തോഷം. കാരണം ആരുടെ കൂടെ നടക്കുന്നത്? സാക്ഷാൽ രക്ഷകൻ്റെ കൂടെയല്ലേ നടക്കുന്നത്, സാക്ഷാൽ യേശുവിൻ്റെ കൂടെയല്ലേ നടക്കുന്നത്. യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കും. വലിയ ശാന്തി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഒഴുകി വരുന്നതൊക്കെ അനുഭവിക്കാം യേശുവിൻ്റെ കൂടെ നടക്കുമ്പോൾ. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഓർക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ ദൈവദാസൻ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ പോയി ഇരിക്കുന്നത് എനിക്കൊരു വലിയ പ്രമോദമായിരുന്നു. ഒരവസരത്തിൽ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നവരെയും കൂടെ അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെല്ലുകയും ഞാൻ സംസാരിക്കുകയും ചെയ്യാറുണ്ട്. അവിടെ ഇരിക്കുന്നൊരു വലിയ ആനന്ദമായിരുന്നു. ഞാൻ സമയം പോകുന്ന അറിയാറില്ല, എനിക്കൊരു ക്ഷീണം തോന്നാറില്ല. ആ കേട്ടിട്ടും മതിവരാതെ പറയുന്നതെല്ലാം ഇങ്ങനെ ഊറ്റി കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാം ഇങ്ങനെ ആത്മാവിൻ്റെ തേൻ കുടിക്കുന്ന അനുഭവം, മധുരിപ്പിക്കുന്ന അനുഭവം. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ രഹസ്യങ്ങളൊക്കെയാണ് ഈ പറഞ്ഞു തരുന്നത്, സ്വർഗത്തിലെ മഹാരഹസ്യങ്ങൾ. അത് ഓരോന്നിങ്ങനെ പറഞ്ഞു തരുമ്പോഴേക്കും ഞാൻ അല്ലാതായി മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വേറൊരു ലോകത്തിരിക്കുന്ന പോലെ തോന്നുകയായിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾക്ക് ആന്തരികമായി വലിയൊരു സന്തോഷം ലഭിക്കും, അകത്തൊരു സമാധാനം ലഭിക്കും. ഇവിടെ നീറിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ട്, സംശയമില്ല. ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്, ഒട്ടേറെ യാതനകളുണ്ട്, എന്നും ദുരിതങ്ങളുണ്ട്, എന്നും വേദനകളുണ്ട്. ഇല്ലേ? എങ്ങനെയാണല്ലോ, എല്ലാ മനുഷ്യരും അങ്ങനെയാണ്. എന്നും പ്രാരബ്ധങ്ങളും ഭാരങ്ങളുമുണ്ട്, എന്നും ആകുലങ്ങളും അവലാദികളുമുണ്ട്. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ക്രിസ്തുവിൻ്റെ കൂടെ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ മാറിപ്പോകുന്നു, ഹൃദയത്തിൻ്റെ ദുഃഖങ്ങൾ മാറിപ്പോകുന്നു. എപ്പോഴോ നിങ്ങൾക്ക് അതിൽ നിന്നെല്ലാം ഒരു മോചനം കിട്ടുന്നു, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് കിട്ടുന്നു, നിങ്ങൾക്കൊരു സമാധാനം കിട്ടുന്നു. ഭാഗ്യമല്ലേ? ദൈവത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നടക്കുക, ആത്മാവിനോട് ഒത്തു നടക്കുക, ആത്മാവിൻ്റെ കൂടെ നടക്കുക. അവർ നടന്നു, അവരുടെ വീടിനോടെടുക്കാറായി. എമ്മൂസിലേക്ക് പോയ ശിഷ്യന്മാർ അവരുടെ വീടിനോടടുത്തു. അപ്പോൾ അവർ പറഞ്ഞു, 29 വാക്യം വായിച്ച്, അവരോ ഞങ്ങളോടുകൂടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ചു. ഓരോ വാക്കുകളിലും ഒരാശയ പ്രപഞ്ചമുണ്ട്. നേരം വൈകി അസ്തമിപ്പാറായല്ലോ, ഞങ്ങളോട് പാർക്കുക. നേരം ഇതാ തീരാൻ പോകുന്നല്ലോ, നേരം വൈകി അസ്തമിപ്പാറായല്ലോ, ഇനി അധികം പകൽ നേരം ഇല്ലല്ലോ, ഞങ്ങളുടെ കൂടെ പാർക്കുക. ഞങ്ങൾ ഇരുളിലാണ്, ഞങ്ങളുടെ കൂടെ പാർക്കുക, ഞങ്ങൾക്ക് പ്രകാശം തരാൻ അവിടത്തേക്ക് കഴിയും. ഞങ്ങളുടെ പാർക്കുക, നേരം വൈകി അസ്തമിപ്പാറായല്ലോ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, ഇത് നേരം വൈകി അസ്തമിപ്പാറായി, കാലം തീരാറായി, നീതിസൂര്യൻ ഇത് അപ്രത്യക്ഷമായിരിക്കുന്ന സമയം. ദൈവത്തിന് സ്തോത്രം. നീതിസൂര്യൻ അന്ന് അങ്ങ് അന്തർധാനം ചെയ്തു പോയിരിക്കുന്ന സമയം, നീതിസൂര്യൻ മറഞ്ഞു പോയിരിക്കുന്ന സമയം. ഇത് ഇരുളിൻ്റെ സമയമാണ്, ഇരുളിൻ്റെ നാഴികയാണ്. അന്ത്യക്രിസ്തു തേർവാഴ്ച നടത്തുന്നതായ സമയം, എതിർക്രിസ്തുവിൻ്റെ പിണിയാളുകളിൽ നിന്ന് ലോകത്തെ ഭരിക്കുന്നതായ കാലം. പ്രിയപ്പെട്ടവരെ, ദൈവം ഉണ്ടോ എന്ന് സംശയിക്കുന്ന അയാളുടെ കയ്യിൽ ഭരണങ്ങൾ എത്തിച്ചേരുന്ന കാലം. ദൈവത്തെ നിഷേധിക്കുന്നവരുടെ കയ്യിൽ രാഷ്ട്രത്തിൻ്റെ ഭരണം ഇന്ന് ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവമില്ലാത്തൊരു സമൂഹം വളർന്നു വരുന്നു, ദൈവബോധമില്ലാത്തൊരു സമൂഹം വളർന്നു വരുന്നു. ഇന്ന് ആകെയുള്ളത് ദൈവബോധമില്ല, പക്ഷേ ഇന്ന് വർഗവൈരാഗ്യമുണ്ട്, മതവൈരാഗ്യമുണ്ട്, മതസ്പർദ്ധയുണ്ട്.
ഇന്ന് മതസ്പർദ്ധയുണ്ട്, വർഗവൈരാഗ്യമുണ്ട്, പക്ഷേ ദൈവബോധം മാത്രമില്ല. ഓരോ ദേവൻ്റെയും ഓരോ ദേവിയുടെയും മുമ്പിൽ അങ്ങനെ കൈകൂപ്പി നിൽക്കുന്നതാണ് ഇന്നും പലരുടെയും ഇഷ്ടം. സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വഴിതെറ്റി പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കൂ. നിങ്ങൾ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുക. ക്രിസ്തുവിനോട് നടക്കുമ്പോൾ നേരം വൈകി അസ്തമിപ്പാറായല്ലോ. കർത്താവേ, ഇനി അധികം സമയമില്ലല്ലോ, ഇനി നേരം അസ്തമിക്കാറായല്ലോ, ഇനി അധികം സമയമില്ലല്ലോ. ഇതാ ഇരുൾ വന്നു തുടങ്ങിയിരിക്കുന്നു. കർത്താവ്, ഇരുള് പ്രപഞ്ചത്തെ കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. കർത്താവേ, ഇപ്പോൾ നീ ഞങ്ങളുടെ കൂടെ ഒന്ന് രാപാർക്കുക. നിൻ്റെ കൂടെ നടക്കുമ്പോൾ ഞങ്ങൾക്കൊരു വെളിച്ചമുണ്ട്. നീ ഞങ്ങളുടെ കൂടെ സംസാരിക്കുമ്പോൾ ഞങ്ങൾക്കൊരു വെളിച്ചമുണ്ട്. കർത്താവേ, നീ ഞങ്ങളുടെ കൂടെ രാപാർക്കുക. അവർ വിളിച്ചു, ഞങ്ങളുടെ രാപാർക്കുക. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവല്ല കൂടെ രാപാർക്കുന്നത്, ഇന്ന് കരച്ചിലാണ് രാപാർക്കുന്നത്. സന്ധ്യയെങ്കിൽ കരച്ചിലൊന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സന്ധ്യയെങ്കിൽ കരച്ചിലാണ് രാപാർക്കുന്നത്. ഉറങ്ങാൻ കിടന്നാലും ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്നു, ഉറക്കം വരുന്നില്ല. രോഗം കൊണ്ടല്ല, മനസ്സിലെ ചില ആകുലങ്ങൾ, മനസ്സിലെ ചില ചിന്താഭാരങ്ങൾ, ഉറക്കം വരുന്നില്ല. മനസ്സ് അസ്വസ്ഥമാണ്. മക്കളെക്കുറിച്ചുള്ള പ്രയാസമായിരിക്കാം, അതല്ലെങ്കിൽ കടത്തെക്കുറിച്ചുള്ള ഭാരമായിരിക്കാം, അതല്ലെങ്കിൽ മഹാരോഗം വ്യാധി വന്നതിനെക്കുറിച്ചുള്ള പ്രയാസമായിരിക്കാം. സ്വസ്ഥതയില്ല, ഉറക്കം വരുന്നില്ല. ഉറക്കം വരാത്ത രാത്രികൾ ഓരോരുത്തരും അനുഭവിക്കുന്ന തീക്ഷ്ണമായ വേദനകളുടെ ആ ഞെളിവിരുക്കത്തിൽപ്പെട്ട് വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നേരം വൈകി അസ്തമിപ്പാറായല്ലോ, ഞങ്ങളോട് രാപാർക്കുക. കർത്താവേ, ഇന്ന് എൻ്റെ കൂടെ നീ വസിക്കണമേ. ഇന്ന് ഈ രാത്രി എൻ്റെ കൂടെ നീ വാഴണമേ. ഇന്ന് ഈ രാത്രി നീ എൻ്റെ കട്ടിലിൽ ഉണ്ടായിരിക്കണമേ. എൻ്റെ കിടക്കയിൽ ഇതിൻ്റെ കര സ്പർശിക്കണമേ. നാഥാ, ഇന്ന് ഞാൻ ഉറങ്ങുമ്പോൾ നീ ഉറങ്ങാത്തവനും ഉറക്കം തൂങ്ങാത്തവനുമായി എനിക്ക് ചുറ്റും കാവൽ നിൽക്കണമേ. നിന്റെ സ്വർഗീയദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലാക്കി നിർത്തണമേ. ദുസ്വപ്നങ്ങളെ സ്പർശിക്കാതെ നീ എന്നെ കാത്തുകൊള്ളണമേ. ദുഷ്ടപിശാച് അന്ധകാര ശക്തി എന്നെ വലയം ചെയ്യാതെ നാഥാ, നിൻ്റെ ദൂതന്മാരെ സംരക്ഷിക്കണമേ. നിന്റെ തിരക്തത്തിൻ്റെ വളപ്പിനുള്ളിൽ എന്നെ സംരക്ഷിക്കണമേ. തിരക്തത്തിൻ്റെ വലയത്തിനുള്ളിൽ നീ എന്നെ സംരക്ഷിക്കണമേ. ഇത് നമ്മുടെ പ്രാർത്ഥനാ വിഷയമായിരിക്കേണ്ടതാണ്. തിരക്തത്തിൻ്റെ വലയം ചുറ്റും നിങ്ങൾ പ്രാർത്ഥിച്ച് തിരക്തത്തിൻ്റെ വലയം സൃഷ്ടിക്കണം. പ്രാർത്ഥിച്ച കർത്താവേ, നിൻ്റെ തിരക്തം വന്ന് എനിക്ക് ചുറ്റും ആവരണം ചെയ്യണമേ. എന്നെ തിരക്തത്താൽ ആവരണം ചെയ്യണമേ. കർത്താവേ, നിൻ്റെ വസ്ത്രത്താൽ എന്നെ ആവരണം ചെയ്യണമേ. എന്നെ നീ മൂടി പൊതിയണമേ. നാം പൊതുപ്പിച്ച് കിടക്കുന്നു തണുപ്പ് കേൾക്കാതിരിക്കാൻ. എന്നാൽ നിങ്ങൾ പ്രാർത്ഥിക്കൂ, കർത്താവേ, അതുപോലെ ഞാൻ പൊതുപ്പിച്ച് കിടക്കുന്നുണ്ടെങ്കിലും എൻ്റെ കർത്താവേ, എൻ്റെ ഈ ശരീരത്തിൻ്റെ മേൽ നിന്റെ തിരക്തത്തിൻ്റെ ആ സ്പർശം എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കണമേ. തിരക്തത്തെ ആവരണം ചെയ്യണമേ. പോരാ കർത്താവേ, നിൻ്റെ തിരുവസ്ത്രം. രോഗിണിയായ സ്ത്രീ, 12 കൊല്ലം രക്തവാർച്ച ഉണ്ടായിരുന്ന സ്ത്രീ, ആ വസ്ത്രത്തിൽ തൊട്ടപ്പോൾ, ആ തൊങ്ങലിൽ തൊട്ടപ്പോൾ അവളുടെ രോഗം മാറി എന്ന് പറയുന്നു. ആ തിരുവസ്ത്രം എൻ്റെ മേലിപ്പോൾ പുതപ്പിക്കണമേ. സ്തോത്രം. ആ മേലങ്കി എന്നെ പുതപ്പിക്കണമേ. ദൈവത്തിന് വലിയ നാമം മുഹൂർത്തപ്പെട്ടെ. ലോയിഡ് സി ഡഗ്ലസ് എഴുതിയൊരു പുസ്തകമുണ്ട്, ലോയിഡ് സി ഡഗ്ലസ്. അത് എഴുതിയ പുസ്തകത്തിൻ്റെ പേര് ദ റോബ് എന്നാണ്. ദ റോബ് എന്താണ്? ആ വസ്ത്രം. ആ വസ്ത്രം യേശു ക്രിസ്തുവിൻ്റെ തിരുവസ്ത്രം. അതിനെക്കുറിച്ചാണ് ആ മനോഹരമായ പുസ്തകം എഴുതി പോകുന്നത്. ലോയിഡ് സി ഡഗ്ലസ്. പറ്റുമെങ്കിൽ മലയാളത്തിലുണ്ട് ആ പുസ്തകം. മേലങ്കി എന്നാണ് പേര്. ദ റോബ് എന്ന പുസ്തകം മലയാളത്തിലുണ്ട്. മേലങ്കി എന്നാണ് പുസ്തകത്തിൻ്റെ പേര്. വായിക്കുന്നത് നല്ലതാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരും. പ്രിയപ്പെട്ടവരെ, ഞാൻ സാന്ദർഭികമായി പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. കർത്താവേ, ഇന്ന് അന്ധകാര ശക്തി എന്നെ തൊടാതെ വണ്ണം, അന്ധകാര ശക്തി എൻ്റെ അരിയിലേക്ക് വരാത്ത വിധത്തിൽ നിൻ്റെ തിരക്തത്താൽ എന്നെ കോട്ട കെട്ടണമേ. ദൈവത്തിന് സ്തോത്രം. തിരക്തത്തിൻ്റെ വലയത്തിനുള്ളിൽ എന്നെ കാക്കണമേ. തിരക്തത്തിൻ്റെ വലയം. അന്ധകാര ശക്തി എൻ്റെ ഹൃദയത്തേക്ക് വരരുത്. ചീത്ത ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരരുത്. അശുദ്ധ വികാരങ്ങൾ എന്നെ സ്പർശിക്കരുത്. അഴുക്കായ കാര്യങ്ങളിലേക്ക് എൻ്റെ മനസ്സ് പോകരുത്. രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ കർത്താവേ, നീ എനിക്ക് എൻ്റെ കരികത്ത് നിന്ന് എന്നെ കാവൽ ചെയ്തുകൊണ്ടിരിക്കണമേ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ അനുഭവങ്ങളാണ് ഈ പറയുന്നത്. നിങ്ങൾ ഈ അനുഭവങ്ങൾ സ്വന്തമാക്കാനാണ് ഈ പറയുന്നത്. അങ്ങനെ നീ നേരം വൈകി അസ്തമിപ്പാറായല്ലോ, ഞങ്ങളോട് പാർക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. അടുത്ത വാക്യം. അവൻ അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിലിരിക്കുമ്പോൾ അവൻ അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കിയവർക്ക് കൊടുത്തു. ഉടനെ അവരുടെ കണ്ണു തുറന്നു. ദൈവത്തിന് സ്തോത്രം. അത്ഭുതം നടന്നു. എന്താണ്? അവർ നിർബന്ധിച്ചു. അവൻ മുമ്പോട്ട് പോകുന്ന ഭാഗം കാണിച്ചു, മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. ഇല്ല, ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ല എന്നുള്ളൊരു ഭാവം കാണിച്ചു. പക്ഷേ അവൻ നിർബന്ധിച്ചാൽ അവനകത്ത് വരും. എൻ്റെ സുഹൃത്തുക്കളെ പറയട്ടെ, നിങ്ങൾ യേശുവിനെ നിർബന്ധിച്ച് നോക്കൂ. കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണം. വരാനുള്ള യോഗ്യത എനിക്കില്ല,
ഇവിടെ മുഴുവൻ അഴുക്കാണ്, മുഴുവൻ തിന്മയാണ്. പഴയകാലം ഓർത്ത് നോക്കിയാൽ എനിക്ക് ലജ്ജ തോന്നുന്ന ജീവിതമാണ്. എന്നാൽ ഈ അശുദ്ധനായ എൻ്റെ ഉള്ളത്തിലേക്ക്, എൻ്റെ കർത്താവെ, അഴുക്ക് പിടിച്ച എൻ്റെ ജീവിതത്തിലേക്ക് യേശുനാഥ നീ ഒന്ന് എഴുന്നള്ളി വരണമേ. ഞാൻ മേലിൽ എൻ്റെ കർത്താവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ വരാതെ ഞാൻ സൂക്ഷിച്ചുകൊള്ളാം. ഒരു കാര്യത്തിലും ശത്രുവിന് ഇടം കൊടുക്കാതെ, എൻ്റെ കർത്താവിനെ വേദനിപ്പിക്കാതെ ഞാൻ ജീവിച്ചു കൊള്ളാം. എൻ്റെ കർത്താവെ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് ഒന്ന് വരണമേ. നിർബന്ധിച്ച് നോക്കൂ, നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് നേരിട്ട് അനുഭവം കിട്ടും. നിർബന്ധിക്കുക, കിട്ടാതെ ഞാൻ അടങ്ങുകയില്ല എന്നുള്ള വാശിയോടെ നിർബന്ധിക്കുക. എൻ്റെ യേശുവിൻ്റെ അകത്ത് വരാതെ ഞാൻ അടങ്ങുകയില്ല. ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കുകയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. 132 സംഘത്തിൽ വായിച്ച് 132 സംഘത്തിൽ 1-ാം വാക്യം. യഹോവേ, ദാവീദിനെയും അവൻ്റെ സകല കഷ്ടതയെയും ഓർക്കണമേ. അവൻ യഹോവയോട് സത്യം ചെയ്ത് യാക്കോബിൻ്റെ വല്ലഭന് നേർന്നത് എന്തെന്നാൽ, ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോബിൻ്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. യഹോവയ്ക്ക് എൻ്റെ ഹൃദയത്തിൽ ഒരു സ്ഥലം കിട്ടുന്നതുവരെയും, എൻ്റെ കർത്താവേ, അത്യുന്നത നിവാസം എൻ്റെ ഹൃദയത്തിൽ സ്ഥാപിക്കുന്നതുവരെയും, നാഥ നീ എൻ്റെ ഉള്ളത്തിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന സമയത്തൊക്കെയും ഞാനൊരു തീരുമാനമെടുക്കുന്നു, നീ വരാതെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കിടക്കുകയില്ല. അവിടെ സപ്രപഞ്ചക്കട്ടിലുണ്ട്. രാജാവായ ദാവീദിന് സുന്ദരമായി സുഖകരമായി ജീവിക്കാൻ പറ്റിയ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. രാജാവ് ദാവീദ് പറയുകയാണ്, എൻ്റെ കർത്താവേ, ഞാൻ പാപം ചെയ്തു, എൻ്റെ തേജസ് അറ്റുപോയി, എനിക്ക് തെറ്റുപറ്റിപ്പോയി, എനിക്ക് വീഴ്ച വന്നുപോയി. എൻ്റെ കർത്താവേ, ഒരിക്കലും സംഭവിക്കരുതാത്തത് ഈ നിസ്സാരനായ ദാവീദിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. എൻ്റെ കർത്താവേ, എന്നെ രാജാവാക്കി തീർത്ത അവിടുത്തെ സ്നേഹത്തെ ഞാൻ മറന്നുപോയി, എന്നെ ഉയർത്തിയ അവിടുത്തെ കൃപയെ ഞാൻ മറന്നുപോയി. എൻ്റെ കർത്താവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വന്ന് സ്ഥിരവാസമാക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി എൻ്റെ കൂടാര വീട്ടിലേക്ക് കിടക്കുകയില്ല, എൻ്റെ കിടപ്പുമുറിയിലേക്ക് പോവുകയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. സ്തോത്രം. പറയുകയാണ്, വ്യക്തമായിട്ടാണ് പറയുന്നത്, എൻ്റെ ദൈവമേ, നീ എൻ്റെ ഉള്ളത്തിലേക്ക് വരാതെ എനിക്ക് ജീവിതമില്ല. നീ എൻ്റെ വീട്ടിലേക്ക് വരാതെ ഞാൻ ഇനി ഉറങ്ങുന്നില്ല, കിടക്കുന്നില്ല. നീ എൻ്റെ ജീവിതത്തിലേക്ക് വരാതെ ഞാൻ വാശി പിടിച്ച് പറയുകയാണ്, നീ എൻ്റെ ജീവിതത്തിലേക്ക് വരാതെ ഞാൻ എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയില്ല, എൻ്റെ കണ്ണിന് ഉറക്കും. ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കയില്ല. ഞാൻ ഉറങ്ങുകയില്ല, എൻ്റെ കണ്ണിന് ഞാൻ മയക്കം കൊടുക്കുകയില്ല, ഉറക്കം കൊടുക്കുകയില്ല. എൻ്റെ കൺപോളയ്ക്ക് മയക്കം കൊടുക്കുകയില്ല, ഞാൻ ഉറങ്ങാൻ സമ്മതിക്കുകയില്ല. ഞാൻ ഉണർന്നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വേഴാമ്പൽ കരയുന്നത് പോലെ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുരുകിലോ മേൽപക്ഷിയോ പോലെ ഞാൻ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവേ, ഞാനിതാ ഏകാഗി അരിഷ്ടനായിരിക്കുന്നു, എൻ്റെ മനപ്പീഡകൾ വർദ്ധിച്ചിരിക്കുന്നു. നീ ഇപ്പോൾ വന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരണം. നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരുന്നില്ലെങ്കിൽ ഞാൻ ഈ കൊട്ടാരക്കെട്ടിലേക്ക് കടന്നു പോകുന്നില്ല, അരമനയിലേക്ക് ഞാൻ പോകുന്നില്ല, എൻ്റെ കിടപ്പുമുറിയിലേക്ക് ഞാൻ പോകുന്നില്ല, സപ്രപഞ്ചക്കട്ടിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ എൻ്റെ കണ്ണിന് ഉറക്കവും എൻ്റെ കൺപോളയ്ക്ക് മയക്കവും കൊടുക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. പിന്നെയും നാം എഫ്രാത്തയിൽ അതിനെക്കുറിച്ച് കേട്ടു, വനപ്രദേശത്ത് അതിനെ കണ്ടെത്തിയല്ലോ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പിതാക്കന്മാർ പാടിയ ഒരു മനോഹരമായ ഗീതമുണ്ട്. ചാർത്തും നീതിയെ നിൻ ആചാര്യന്മാരും മഹിമയെ നിൻ നയവാന്മാരും, നിൻ അഭിഷിക്ത മുഖം തിരിക്കല്ലേ നിൻ ദാസൻ ദാവീദിൻ മൂലം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ 132 സങ്കീർത്തനമാണ് കുലിയൽ ഗീതത്തിൽ പിതാക്കന്മാർ എടുത്തെഴുതിയിരിക്കുന്നത്. നിൻ്റെ നീതിയെ ആചാര്യന്മാർ ചാർത്തുന്നു, വാഴ്ത്തി മഹത്വപ്പെടുത്തുന്നു. നിൻ്റെ മഹിമയെ നീതിവാന്മാർ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ അഭിഷിക്ത മുഖം തിരിക്കല്ലേ നിൻ ദാസൻ ദാവീദിൻ മൂലം. ഈ പാവപ്പെട്ട ദാവീദ് മൂലം നിൻ്റെ അഭിഷിക്തമായ മുഖം എൻ്റെ നേരെ തിരിച്ചു കളയല്ലേ, എന്നെ നീ ഓർക്കാതെ പോകല്ലേ, എൻ്റെ നേരെ തിരിഞ്ഞു നോക്കാതെ നീ പോകല്ലേ. പ്രാർത്ഥിക്കുകയാണ്. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമയ നിന്നും നയവാന്മാരും, നിന്നഭിഷിക്ത മുഖം തിരിക്കൽ നിന്ദാസൻ ദാവീദിൻ മൂലം. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹീതമായ ഗീതമാണത്, അർത്ഥവത്താണ്. ആ ഗീതം ആചാര്യന്മാരെക്കുറിച്ച് പറയുന്ന ആ ഗീതം കഴിഞ്ഞിട്ട് അടുത്ത ഗീതം എന്താണെന്നറിയാമോ? ശുചിയോട് ശുദ്ധിയ ബസ്കുദിശ സ്പർശിച്ചുള്ളവരാ പാദങ്ങൾ പൊക്ക് ഉദ്യാന ദ്വാരങ്ങൾ വാനവരത്ത് വസിക്കുകയാണ്. കർത്താവേ, നിൻ്റെ വിശുദ്ധ സ്ഥലത്ത് ചവിട്ടിയ ഈ കാലുകൾ ശത്രുവിൻ്റെ മണ്ഡലത്തിലേക്ക് പോകല്ലേ, ഇത് വാനവരത്ത് സ്വർഗീയന്മാരോട് നിന്ന് പർദീസായിൽ വാസം ചെയ്യേണ്ടയാക്കണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഈ കാര്യങ്ങളെല്ലാം പിതാക്കന്മാർക്ക് അനുഭവമായിരുന്നു. ശുചിയോടെ ശുദ്ധിയാൽ ശുചിയോടെ വെടിപ്പോടെ ബസ്കുദിശ സ്പർശിച്ചുള്ള വാദങ്ങൾ, ഈ മധുഭാഗ്യ ചവിട്ടിയ വാദങ്ങൾ,
ഈ അതിവിശുദ്ധ സ്ഥലത്ത് ചവിട്ടിയ പാദങ്ങൾ അത് ഉദ്യാനദ്വാരങ്ങൾ കടന്ന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണം. സ്വർഗീയ പർദീസയുടെ വാതിൽ കടന്ന് പർദീസയിൽ പ്രവേശിക്കണം. കർത്താവേ, വാനവരത്ത് വസിക്കണം. ഈ പാദങ്ങൾ നരകത്തിലേക്ക് പോകരുത്. നിൻ്റെ വിശുദ്ധമധുവായി ചവിട്ടിയ ഈ പാദങ്ങൾ, നിൻ്റെ അതിപരിശുദ്ധമായ സ്ഥലത്ത് ചവിട്ടിയ ഈ പാദങ്ങൾ, നിൻ്റെ മഹത്വമേറിയ ത്രോണോസിൻ്റെ മുമ്പാകെ കാഴ്ചയണച്ചതായ ഈ പാദങ്ങൾ, അത് പർദീസായിൽ പ്രവേശിച്ച് വാനവരോടൊത്ത് വസിക്കേണ്ടതാണ്. എത്ര അനുഗ്രഹീതമാണത്! സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നാം ഇതൊക്കെ കേൾക്കുന്നുണ്ട്, ചൊല്ലുന്നുണ്ട്, അർത്ഥം അറിയുന്നുണ്ടോ? നാം ഓരോരുത്തരും പ്രിയപ്പെട്ടവരെ, കർത്താവേ, നിങ്ങൾക്ക് പറയാം, കർത്താവേ, നിൻ്റെ സാക്ഷ്യം പറഞ്ഞ ഈ നാവ് പുഴുവിന് തിന്നാൻ നീ വിട്ടുകൊടുക്കല്ലേ. സ്തോത്രം. നിൻ്റെ വചനം പറഞ്ഞ ഈ നാവ് കർത്താവേ, ദുഷ്ടപിശാചുക്കൾ കടിച്ചു കയറാൻ വിട്ടുകൊടുക്കല്ലേ. പ്രാർത്ഥിക്കാം. സ്തോത്രം. അതാർക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, നിൻ്റെ തിരുവചനം വായിച്ച് ഞാൻ ഉറക്കളച്ചിരുന്ന് വായിച്ചതായി കണ്ണുകൾ ദുഷ്ടപിശാച് വലയം ചെയ്ത് നശിപ്പിക്കാൻ നീ സമ്മതിക്കല്ലേ. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നിൻ്റെ വേലയ്ക്ക് വേണ്ടി ഓടിയ എൻ്റെ കാലുകൾ നരകത്തിൻ്റെ തീയിൽ വെന്തിരിയാൻ ഇടയാകല്ലേ. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കണം. ഇതൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, കർത്താവ് അവരോട് രാപാർത്തു. ദൈവത്തിന് സ്തോത്രം. പക്ഷേ രാപാർക്കുന്നതിന് മുൻപ് കർത്താവ് ഒരു കാര്യം ചെയ്തു. അവരുടെ കൂടെ ഭക്ഷണത്തിനിരുന്നു. സ്തോത്രം. ദൈവത്തിൻ്റെ ഒരു നാമം മഹത്വപ്പെട്ടെ. എന്നേക്കും അവരുടെ കൂടെ പാർക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ് അന്ന് അവരുടെ കൂടെ ഭക്ഷണത്തിനിരുന്നു. ഞാൻ ഭാവനയിൽ ചിന്തിക്കാറുണ്ട്. അപ്പോൾ കർത്താവും ഈ എമ്മോസിലേക്ക് പോയ ക്ലെയോപ്പാവും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ക്ലെയോപ്പാവിൻ്റെ ഭാര്യ മറിയാം ഒരുപക്ഷെ അകത്ത് അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ദ്രുതഗതിയിൽ അപ്പം ചുടുകയാണ്. ആ യാത്ര കഴിഞ്ഞ് വന്നു, പെട്ടെന്നെല്ലാം കഴുകി എടുപ്പാക്കി പാത്രങ്ങളൊക്കെ ശരിയാക്കി എല്ലാം എടുത്തു അപ്പം ചുടാൻ തുടങ്ങുകയാണ്. അപ്പം ചുട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പത്തിനുള്ള മാവ് ഒഴിച്ചിട്ട് ഓടി ഒന്ന് വാതിൽക്കൽ നിൽക്കും, യേശുവിൻ്റെ വചനം കേൾക്കാൻ, സംസാരിക്കുന്നത് കേൾക്കാൻ. പിന്നെയും പോയി ആ അപ്പം മറിച്ചിടും. എന്നിട്ട് പിന്നെയും വന്ന് കേൾക്കാൻ നിൽക്കും. തത്രപ്പെട്ട് വേഗം അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നു. അപ്പം എല്ലാം ചുട്ടു, പാത്രത്തിൽ വെച്ചു, മേശപ്പുറത്ത് കൊണ്ടുവന്ന പാത്രം വെച്ചു. ഇതെല്ലാം ഭാവനയാണ് കേട്ടോ, അങ്ങനെ വേദത്തിലില്ല. മേശപ്പുറത്ത് പാത്രം കൊണ്ടുവന്ന് വെച്ചു. അപ്പോഴുണ്ട് യേശുദാൻ എഴുന്നേറ്റ് ആ അപ്പം എടുത്തു. സാധാരണ വിളമ്പി കൊടുക്കുന്ന വീട്ടുകാരനല്ലേ, ഇത് യേശു വീട്ടുകാരനായി മാറി. വിരുന്നുകാരൻ വീട്ടുകാരനായി മാറി. സ്തോത്രം. ആതിഥേയനായി മാറി. സ്തോത്രം. യേശു എഴുന്നേറ്റു. യേശു അപ്പം എടുത്തു. അപ്പം എടുത്തിട്ട് കർത്താവ് മുറിക്കുകയാണ്. അപ്പം മുറിച്ചു. അയ്യോ, ഇതാരാണ്? കണ്ണു തുറന്നു. കയ്യിൽ ആണിപ്പാട് കണ്ടു. സ്തോത്രം. എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ഇന്ന് ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ഈ ആണിപ്പാട് കാണാം. സ്തോത്രം. നിങ്ങളുടെ മുമ്പിൽ യേശു കരഞ്ഞെഴുതി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് തരാനുള്ള അപ്പവുമായി കർത്താവ് നിൽക്കുന്നു. ആ മുറിഞ്ഞ കൈകൾ, ആണിപ്പാടുള്ള കരങ്ങൾ, ആ കരങ്ങൾ നീട്ടിക്കൊണ്ട് അപ്പം എടുത്ത് കർത്താവ് മുറിക്കുന്നു. കർത്താവ് അപ്പം നുറുക്കുന്നു. പെട്ടെന്ന് അവിടെ കണ്ണ് തുറന്നു. ഓപ്പൺ ദ ഐസ്, അവിടെ കണ്ണ് തുറന്നു. സ്തോത്രം. അയ്യോ, നാം ആരുടെ കൂടെയാണ് നടന്നത്? സ്തോത്രം. വഴിയും കർത്താവ് പോയി കഴിഞ്ഞു. അയ്യോ, നാം ആരുടെ കൂടെയാണ് നടന്നത്? യേശു അപ്രത്യക്ഷനായല്ലോ, കർത്താവ് പോയല്ലോ. അയ്യോ, ആരുടെ കൂടെയാണ് നടന്നത്? നമ്മുടെ കർത്താവിൻ്റെ കൂടെയാണല്ലോ നടന്നത്. 3.5 കൊല്ലം പിന്നാലെ നടന്ന് ഈ ഞങ്ങൾക്ക് എൻ്റെ ദൈവമേ ഇതിനെ തിരിച്ചറിയാൻ കഴിയാതെ പോയല്ലോ. ഇക്കണ്ട കാലങ്ങളെല്ലാം ഞങ്ങൾ നിൻ്റെ വചനം കേട്ട് അതിൻ്റെ പിന്നാലെ നടന്നവരാണ്. എന്നാൽ നീ അക്ഷരികമായി ഉയർത്തെഴുന്നേറ്റ് വന്നപ്പോൾ നിന്നെ തിരിച്ചറിയാൻ കഴിയാതെ പോയല്ലോ. കർത്താവെ ക്ഷമിക്കണമേ. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പിന്നെ കാണേണ്ടത് യെരൂശലേമിലാണ്. യേശുവിലേക്ക് കർത്താവ് നടക്കേണ്ടി വന്നില്ല. നിത്യനായ ദൈവത്തിന് സമയമോ സ്ഥലമോ ഭേദമില്ല, യാതൊരു തടസ്സവുമല്ല. യെരൂശലേമിലേക്ക് കർത്താവ് പോയി. സെഹ്യോൻ മാളികയിൽ അവിടെ ദുഃഖിച്ച് നിരാശപ്പെട്ടിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കലേക്ക് കർത്താവ് വന്നു. അവിടെ ചെന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞു. അപ്പോഴും കൈ ഉയർത്തി, കയ്യിലെ ആണിപ്പാടുകൾ. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആ യേശു ഇന്നും ജീവിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ആ യേശു ഇന്നും ജീവിക്കുന്നു. നമുക്ക് അപ്പം തരാൻ, നമുക്ക് ഭക്ഷണം തരാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അപ്പം തരാൻ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി തരാൻ. സ്തോത്രം. നമ്മുടെ കുടുംബത്തിലെ ക്ലേശങ്ങൾ മാറ്റാൻ, നമ്മുടെ വേദനകൾ തീർക്കാൻ, നമ്മുടെ രോഗം അകറ്റാൻ, നമുക്ക് നല്ല സമാധാന ജീവിതം തരാൻ ആ യേശു ജീവിക്കുന്നു. അവനിതാ തൃക്കരം നിങ്ങൾക്കാണുമാറ് വിടർത്തിയിരിക്കുന്നു. അപ്പം മുറിച്ചു, തൃക്കരം നിവർത്തിയിരിക്കുന്നു. അതിലേക്ക് നോക്കി ദൈവത്തിന് സ്തോത്രം.
നമുക്ക് നോക്കും തോറും അവർ ഏങ്ങലടിക്കുകയാണ്. അയ്യോ, നമ്മൾ അറിഞ്ഞില്ലല്ലോ, ഈ 7 നാഴിക ദൂരം മുഴുവൻ നടക്കുമ്പോൾ നമ്മുടെ കൂടെ നടന്നത് ഈ യേശുവാണെന്ന് നമ്മൾ അറിഞ്ഞില്ലല്ലോ, കഷ്ടം നമ്മൾ അറിഞ്ഞില്ലല്ലോ. അവർ യേശുവിനെ കാണാൻ നോക്കിയപ്പോഴേക്കും യേശു മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം. ഇന്ന് എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങൾക്കിപ്പോൾ ഇരിക്കുന്ന ഇരിപ്പിൽ കർത്താവിൻ്റെ വാക്ക് പറയാം. കർത്താവേ, നൂറ്റാണ്ടുകൾക്ക് മുൻപ് എമ്മൂസിലേക്ക് പോയ ആ ശിഷ്യന്മാരുടെ കൂടെ നടന്ന യേശുവേ, ഇന്ന് നീ എൻ്റെ കൂടെ നടക്കണമേ. വർഷങ്ങൾക്ക് മുമ്പ് ആ എമ്മൂസിൽ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്ത യേശുവേ, ഇന്ന് നീ എൻ്റെ ഭവനത്തിലേക്കൊന്ന് വരണമേ. ഈ നിസ്സാര മനുഷ്യൻ്റെ ഹൃദയത്തിലേക്കൊന്ന് വരണമേ. ഈ പാവപ്പെട്ടവൻ്റെ ഉള്ളിലേക്ക് നീ ഒന്ന് വരണമേ. ദുഃഖവും പ്രയാസവും രോഗവും കഷ്ടതയുമുള്ള ഈ സാധുവിൻ്റെ ജീവിതത്തിലേക്ക് യേശുവേ നീ കടന്നു വരണമേ. യേശുവേ, നീ എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. എൻ്റെ ആണിപ്പാളുടെ കരം ഞാനൊന്ന് കാണട്ടെ. യേശുവേ, അത്രക്കരം ഞാൻ ചുംബിച്ചു കൊള്ളട്ടെ, അത്രക്കരം ഞാൻ മുത്തിക്കൊള്ളട്ടെ. ഹല്ലേലൂയ. എൻ്റെ യേശുവേ, ഞാനിപ്പോൾ നിൻ്റെ തിരുപ്പാദത്തിൽ നിന്ന് വീണുകൊള്ളട്ടെ. ആ പാദം ഞാൻ കെട്ടിപ്പിടിച്ചു കൊള്ളട്ടെ. കർത്താവേ, ആ പാദം കെട്ടിപ്പിടിച്ച് ഞാൻ നിൻ്റെ തിരുമുറുകളെ ചുംബിച്ചു കൊള്ളട്ടെ. തൃപ്പാദം ഞാൻ മുത്തിക്കൊള്ളട്ടെ. കർത്താവേ, ഇപ്പോൾ ഞാനിതാ എന്നെ നിനക്ക് പൂർണ്ണമായി വിട്ടു തന്നിരിക്കുന്നു, അടിയറ വയ്ക്കുന്നു. കർത്താവേ, എൻ്റെ ഭാവി മുഴുവനും ഈ സമയം മുഴുവൻ എന്നോട് വാദിച്ചുകൊണ്ടിരുന്ന എൻ്റെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ഭാവി ഞാൻ ഏൽപ്പിച്ചിരുന്നു. കർത്താവേ, നാളെ എന്തെന്ന് എനിക്ക് ചിന്തയില്ല, നാളെയെക്കുറിച്ച് വിചാരമില്ല, നാളെയെക്കുറിച്ച് ആകുലമില്ല. എല്ലാം നിൻ്റെ കയ്യിലേക്ക് ഞാനിതാ തരുന്നു. കർത്താവേ, നീ കാണുന്നുണ്ടല്ലോ എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ആഗ്രഹങ്ങൾ നീ കാണുന്നുണ്ടല്ലോ, എൻ്റെ ഭാരങ്ങൾ നീ കാണുന്നുണ്ടല്ലോ, എൻ്റെ വേദനകൾ നീ കാണുന്നുണ്ടല്ലോ. കർത്താവേ, ഇപ്പോൾ തൃക്കരം നീട്ടി നിൻ്റെ ആ തൃക്കരം എൻ്റെ തലമേലൊന്ന് വെക്കണമേ. കർത്താവേ, മനസ്സലിയണമേ. ഞാനിതാ തൃപ്പക്കരം ചുംബിക്കാൻ ആഞ്ഞു വരുന്നു. ഇപ്പോൾ തൃക്കരം നീട്ടി എൻ്റെ തലമേൽ വെച്ച് എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കൂ. സംശയിക്കേണ്ട, വിശ്വസിക്കൂ. യേശുവിൻ്റെ അരികത്ത് വന്നിട്ടുണ്ട്, യേശുവിൻ്റെ അരികത്ത് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ചുംബിക്കാൻ പാകത്തിന്, പാദം ഒത്തുവാൻ പാകത്തിന് അവൻ നിങ്ങളുടെ അരികത്ത് നിൽക്കുകയാണ്. ആ കരം നിങ്ങൾക്ക് തലയിൽ വയ്ക്കുവാൻ യേശുവിന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങളുടെ തലമേൽ ആ കരം വയ്ക്കുവാൻ യേശു ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുകയാണ്. നിങ്ങൾ വിട്ടുകൊടുത്താൽ യേശു കരം വയ്ക്കും. ഹല്ലേലൂയ. അഴുക്കുകൾ മാറ്റും, അശുദ്ധികൾ മാറ്റും, എല്ലാ പാവവും ക്ഷമിക്കും, എല്ലാ അകൃത്യവും പൊറുക്കും, സകല പാവവും ക്ഷമിച്ച് നിങ്ങൾക്ക് മോചനം തരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. വന്ന കാര്യത്തിലൊന്നു പോയ എല്ലാ പാവങ്ങളും ക്ഷമിച്ച് ഒരു പുതിയ ജീവൻ നിങ്ങൾക്ക് തരും. അനുഗ്രഹം പ്രാപിക്കൂ. ദൈവത്തെ സ്നേഹിക്കാൻ തുടങ്ങൂ. പുതിയ അനുഗ്രഹങ്ങൾ പ്രാപിക്കൂ. ദൈവനാമം മുഖത്തുപെടട്ടെ. നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തീരുമാനമുണ്ടെങ്കിൽ, ദൈവത്തെ വാഴ്ത്തിപ്പാടാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ജീവനെ ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇരുകരം ഉയർത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്നേഹവാനേ, മഹാപരിശുദ്ധനായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ മനോഹരമായ ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. അപ്പോൾ അവിടെ നിങ്ങളെല്ലാവരെയും സ്നേഹിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾ തിരുവചനത്തിൻ്റെ വഴിയിൽ കൂടി ഞങ്ങൾ നടത്തുന്നതിനായി സ്തോത്രം. വചനം ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ച് തരുന്നതിനായി സ്തോത്രം. അത് കൃപയുടെ വചനം ഞങ്ങളുടെ മേൽ തൂകിയതിനായി സ്തോത്രം. എല്ലാവരുടെയും ഹൃദയത്തിലേക്ക് ആത്മാവിൻ്റെ വിത്ത് വിതച്ചതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കരുണയുള്ള കർത്താവിൻ്റെ കരം ഈ പ്രിയപ്പെട്ടവരുടെ തലമേൽ വയ്ക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. കർത്താവേ, അനുഗ്രഹിച്ച് പറഞ്ഞയക്കണമേ. അവിടുത്തെ രണ്ടാമത്തോടിന് വേണ്ടി എല്ലാവരെയും ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണമേ. ആമീൻ.